ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന അന്വേഷണം നടത്തി അതിന്റെ കാര്യവിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് ഇസ്രായേലിന്റെ പ്രതിപക്ഷവും ജൂത സംഘടനകളും യുദ്ധത്തോടനുബന്ധിച്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തെയും ലോകത്തെയും ഞെടുക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ആക്രമണം ഫലസ്തീൻ പോലുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഒരു ചെറിയ സംഘം നമ്മുടെ രാജ്യത്തിന് നേരെ നടത്തിയിട്ട് അതിന്റെ കാര്യകാരണത്തെക്കുറിച്ച് അറിയാതിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പൗരാവകാശ നിയമത്തിന്റെ അല്ലെങ്കിൽ പൗരാവകാശത്തിന്റെ ലംഘനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് അറിയാനും അതേക്കുറിച്ച് മനസ്സിലാക്കാനും അവകാശമുണ്ട് എന്നതിനാൽ സർക്കാർ അന്വേഷിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രത്യേകപരമായിരിക്കുന്ന അപേക്ഷ സർക്കാരിന് സമർപ്പിക്കപ്പെട്ടത്. അതിനോടനുബന്ധിച്ച് തന്നെ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ഈ അന്വേഷണ റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്കകം പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം അന്ന് തന്നെ പറയുകയും ചെയ്തു. എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കഠിനമായിരിക്കുന്ന നീക്കുപോക്കുകളാണ് സർക്കാർ നടത്തുന്നത് എന്നതിനാൽ വളരെ പെട്ടെന്നൊന്നും അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും കഴിഞ്ഞ ആഴ്ച അതിന്റെ ഭാഗികമായിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൂർണ്ണമായിരിക്കുന്ന അതിന്റെ വിവരകാര്യങ്ങളൊക്കെ യുദ്ധവിരാമത്തിന് ശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അതിന് മറുപടിയും പറഞ്ഞു. അതവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഹമാസിന്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവരുടെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും അവരെ സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രങ്ങൾ, ബങ്കർ പോലെയുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാനും സാധിക്കാതെ പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റിനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്നവർ സമ്മതിക്കുകയാണ്. കാര്യം എന്ന് പറയുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശം ഏകദേശം 40-43 കിലോമീറ്റർ ചുറ്റളവിലാണ്. എല്ലാ ഭാഗവും ഇസ്രായേലിന്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന ഭാഗമാണ്. ചെറിയൊരു ഭാഗം മാത്രമാണ് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാലും ചില യുദ്ധ പോലെയുള്ള കെടുതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ മേഖല പിടിച്ചെടുക്കുന്ന രീതി സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്നെ ആ മേഖല ഫിലാഡൽഫി എന്ന് പറയുന്ന മേഖല ഇസ്രായേലിന്റെ കൈവശത്തിലായത് യുദ്ധത്തോടനുബന്ധിച്ച് ആ മേഖല ഇസ്രായേൽ പിടിച്ചെടുത്തതായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് സർവ്വമേഖലയും ഇസ്രായേലിന്റെ കൈവശത്തിലായിട്ടും 500 കിലോമീറ്റർ വൈദൂരത്തിലെങ്കിലും വിപുലമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ബങ്കറുകളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കാത്തത് വലിയ രീതിയിലുള്ള അപാകതകളും തെറ്റുമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്ന കാര്യത്തിന്റെ മറ്റൊരു ഭാഗം ഇങ്ങനെയാണ്: ഏതെങ്കിലും കാലത്ത് ഈ ഫലസ്തീനിലുള്ള ഏതെങ്കിലും ഈ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന സംഘങ്ങൾ, അത് ഹമാസ് പോലെ അല്ലെങ്കിൽ ഹമാസിനെ പോലെയുള്ള മറ്റേതെങ്കിലും സംഘങ്ങൾ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഏകദേശം ഈ അതിർത്തി മേഖലയിലെ 5-6 പ്രദേശത്ത് കൂടി മാത്രമേ അത്തരം ഒരു നുഴഞ്ഞുകയറ്റമോ അക്രമമോ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി. എന്നാൽ ഒക്ടോബർ 7-ാം തീയതിയുള്ള ഇസ്രായേലിന് നേരെയുള്ള ഹമാസിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 60-ലധികം ഭാഗങ്ങൾ തകർത്തുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് അവർ ഇടിച്ചു കയറിയത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി മൊസാദ് പോലെയുള്ള അതീവ രഹസ്യ സംവിധാനങ്ങൾക്ക് പോലും സാധിക്കാതെ വന്നത് വലിയ രീതിയിലുള്ള തെറ്റായിപ്പോയി. നമ്മൾ വലിയ സൈനിക ശക്തി ഉള്ളവരാണ് എന്ന് അഹങ്കരിച്ചു എന്നല്ലാതെ സൈനിക ബലവും ശക്തിയുമില്ലാത്ത ഒരു വിഭാഗമാണ് നമ്മളെ കീഴടക്കിയത്. ഇപ്പോൾ നമ്മൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് വലിയ നാണക്കേടാണ്. 1967-ലും 1948-ലും വലിയ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് വിജയിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘശക്തിയോട് തോറ്റുകൊണ്ടിരിക്കുന്ന നാണം കെട്ട ഒരു പ്രവൃത്തി അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നതിനോടനുബന്ധിച്ച് ജൂത വിഭാഗത്തിൽ നിന്ന് തന്നെ അതിനുള്ള പ്രതികരണമായിട്ട് വന്നിരിക്കുന്നത്. പ്രതിപക്ഷവും ജൂത വിഭാഗവും ഏകോപനത്തോടു കൂടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ പ്രസിദ്ധീകരിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിൽ അങ്ങനെ മുഴുവനായിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ലെന്ന് സർക്കാർ അതിന് മറുപടി നൽകി. സൈനിക അന്വേഷണമാണ് പ്രഖ്യാപിച്ചതെങ്കിലും സൈനിക അന്വേഷണത്തോടനുബന്ധിച്ച് മറ്റേതെങ്കിലും കക്ഷികൾ ഇതിൽ ചേർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും പുറത്തു വിടണമെന്നാണ് അവർ പറഞ്ഞത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സൈനിക അന്വേഷണം നടത്തിയ സൈനികർക്ക് മാത്രമേ ഇപ്പോഴത്തെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം നടത്താൻ പറ്റൂ എന്നുള്ളത് മറ്റൊരു ഭാഗമാണ്. എന്നാലും യഥാർത്ഥത്തിൽ പരാതിപ്പെട്ട പ്രതിപക്ഷത്തിന് ഒരു സംതൃപ്തി പോരാ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി. അതിന്റെ മറ്റൊരു ഭാഗം പറയുന്നത് വീണ്ടും ഹമാസ് ആക്രമിക്കില്ലെന്ന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ സർക്കാരിന് പറയാൻ വേണ്ടി സാധിക്കുക? ഇത്രയും കാലത്തെ യുദ്ധത്തിനിടയിൽ അവരെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാനോ അവരെ ശക്തി ക്ഷയിപ്പിക്കാനോ അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ എവിടെ നിന്ന് വരുന്നു, എവിടെ ഒളിപ്പിക്കുന്നു എന്ന് കണ്ടെത്താനോ ഏറ്റവും ചുരുങ്ങിയത് 200ഓളം
ബന്ദികൾ ഇസ്രായേലിന്റെ പൗരന്മാരുണ്ടായിട്ട് അവരുടെ മേഖല പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഇസ്രായേൽ തകർന്നു പോയിരിക്കുന്നു എന്നുള്ളിടത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടും ഒരു നിലപാടും യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ള പരാജയമാണ്. ഹമാസ് എന്ന് പറയുന്ന സംഘശക്തിയെ വളരെ ചെറുതായിട്ട് കണ്ടു. അവർ തീവ്രത മുറ്റിയ ചിന്താഗതിക്കാരാണെങ്കിൽ പോലും അവരുടെ ആക്രമണം തങ്ങളുടെ നേരെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാതെ പോയി. ലോകത്തിലെ ഏത് മേഖലയിൽ നിന്നും ജൂത വിഭാഗത്തിനെതിരെ തന്ത്രപരമായിരിക്കുന്ന എന്ത് നീക്കുപോക്കുകളും ഒരു രാഷ്ട്രത്തിന്റെ ഭാഗത്തു നിന്നോ രാഷ്ട്രത്തിന്റെ അകത്തുള്ള മറ്റേതെങ്കിലും സംഘശക്തിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ കൃത്യമായ രീതിയിൽ ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ച മൊസാദ് എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഹമാസിന്റെ നയ നിലപാടുകൾക്ക് മുമ്പിൽ തൊപ്പിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇതിൽ വലിയ പ്രതിഷേധ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ഇത്രയേറെ നാണക്കേട് ഇസ്രായേലിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവർ നടത്തിയിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും, അവർ നേരിട്ടിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും വളരെ എളുപ്പത്തിലും ദൈർഘ്യം കുറഞ്ഞ രീതിയിലും അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ പല രാജ്യങ്ങളെയും പല ഘട്ടങ്ങളിൽ അവർ ആക്രമിച്ചിട്ടും അവരൊക്കെ അതിജീവനം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ ഒരു വിഷയത്തിൽ മാത്രം, ഫലസ്തീനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം അവർ പരാജയപ്പെടുന്നു. യാസർ അറഫാത്തിന്റെ പരാമർശങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ, യാസർ അറഫാത്തിനെ ലോകം അംഗീകരിക്കപ്പെട്ട രാഷ്ട്ര നേതാവോ അല്ലെങ്കിൽ ഫലസ്തീന്റെ രാഷ്ട്രപിതാവോ ആണ്. അങ്ങനെയാണ് അതിന്റെ ഭാഗങ്ങൾ വരുന്നത്. അദ്ദേഹത്തിന് പോലും കൃത്യമായ രീതിയിൽ ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത വിധം അവരുടെ മേഖല കീഴടക്കാനോ രഹസ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ തയ്യാറാക്കാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ മൊസാദിന് സാധിച്ചിട്ടുണ്ട്. അറഫാത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് വിവാദമുണ്ടാക്കിയതാണ്. അദ്ദേഹം ഫലസ്തീനിലെ റാമല്ലിൽ നിന്ന് ഈജിപ്ത് വഴിയാണ് ഫ്രാൻസിലേക്ക് ആരോഗ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പോകുന്നത്. രോഗശമനത്തിന് ശേഷം വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും, തീർച്ചയായിട്ടും ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ഉണ്ടായതിനു ശേഷമാണ് എൻ്റെ അവസാനം ഉണ്ടാകുക എന്ന തരത്തിലൊക്കെ അദ്ദേഹം യാത്രയോടനുബന്ധിച്ച് പറഞ്ഞതായിരിക്കുന്ന വിവരം അന്നത്തെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഫ്രാൻസിൽ എത്തിയതിനു ശേഷം വല്ലാത്ത ദിവസം വൈകുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെടുകയാണ്. അത് രണ്ട് ഘട്ടത്തിലായിട്ടാണ്. ഒന്ന് മസ്തിഷ്കാഘാതം ഉണ്ടായി എന്നാണ് ആദ്യം പറഞ്ഞത്, പിന്നീട് മൊത്തത്തിലുള്ള മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ട് അറബ് ലോകങ്ങൾ അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. എന്നാൽ അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി അതിന് കൃത്യമായിരിക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കുമെന്നാണ് അവിടുത്തെ ഫ്രാൻസിലെ ആശുപത്രി അധികൃതർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീൻ അതോറിറ്റിക്ക് നൽകിയിരിക്കുന്ന മറുപടി. അങ്ങനെ ഏറെക്കുറെ അത് വിശ്വസിക്കുകയോ അത് അംഗീകരിക്കുകയോ ചെയ്തു. അതല്ലാത്ത രീതിയിൽ മറ്റൊരു രാഷ്ട്രങ്ങളും മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു സംശയം പറഞ്ഞിട്ടില്ല എന്നതിനാൽ ഇവർക്ക് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശുപത്രിക്ക് വലിയ ആശ്വാസമായി. എന്നാൽ മരണപ്പെട്ടു, അടക്കം ചെയ്തതിന് ശേഷം പിന്നീട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വന്നു. മരണ റിപ്പോർട്ട് നൽകാൻ വേണ്ടി അവർ പ്രയാസപ്പെട്ടു, താല്പര്യം കാണിക്കാതെ നിന്നു. പിന്നീട് ഭാര്യയുടെ കയ്യിൽ മാത്രമാണ് നൽകുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പിന്നീട് പുറത്തു വന്നതൊക്കെ യഥാർത്ഥത്തിൽ യാസർ അറഫാത്തിനെ കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിലാണ്. അടിവസ്ത്രത്തിൽ പ്ലൂട്ടോണിയം തിരികെ കയറ്റിക്കൊണ്ട് അത് ഉടുപ്പിച്ചുകൊണ്ടാണ് ഘട്ടം ഘട്ടമായ രീതിയിൽ ഫലസ്തീൻ പ്രസിഡന്റായിരുന്ന യാസർ അറഫാത്തിനെ കൊലപ്പെടുത്തിയത് എന്ന് അന്നത്തെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, അതുപോലും കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ച മൊസാദിനോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈനിക സംവിധാനത്തിനോ അല്ലെങ്കിൽ അവിടെ തന്ത്രപരമായിരിക്കുന്ന മറ്റേതെങ്കിലും ഏജൻസിക്കോ ഹമാസ് എന്ന് പറയുന്ന സംവിധാനത്തെ പ്രതിരോധിക്കാനും അവരുടെ നീക്കുപോക്കുകളും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള പരാജയമായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, സമ്പൂർണ്ണമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിടണം. എവിടെയൊക്കെയാണ് ഇസ്രായേൽ സൈന്യത്തിന് അപാകതകൾ പറ്റിയത്, സർക്കാരിന് എവിടെയാണ് പാളിച്ച പറ്റിയത്, നമ്മളെല്ലാ കാലത്തും വലിയ ശക്തിയുള്ളവരാണ് എന്ന് പറയാമെന്നല്ലാതെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ചെറിയ സംഘങ്ങളാണ്.
വലിയ രീതിയിലുള്ള സാമ്രാജ്യത്തെ ചെറിയ സംഘങ്ങൾ കീഴ്പ്പെടുത്തുമ്പോൾ ലോകത്തിന് മുൻപിൽ നമ്മൾ വല്ലാതെ നാണം കെട്ടുപോകുന്നു. അതുകൊണ്ട് എല്ലാ മുഴുവൻ റിപ്പോർട്ടിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് പ്രതിപക്ഷവും ജൂത സംഘടനകളും ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.